കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതാ വേണ്ടപ്പെട്ട ഒരാൾ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ട സമയത്ത് എന്നാൽ പിന്നെ അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഓരോ ചായയൊക്കെ കുടിച്ചേ അവരും പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഇത് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞതാണെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ കൂടെ വീണ്ടും ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടോ. അവർ കാണാത്തത് കൊണ്ട് അങ്ങനെ അതിൻ്റെ എല്ലാം ചുറ്റി കറങ്ങി നടന്നേ. ഇത് പണ്ടത്തെ ഒരു നിസ്കാര പള്ളിയാണ്, ഒത്തിരി പഴക്കമുള്ളൊരു പള്ളി കേട്ടോ. അങ്ങനെ അതിലെ ഞങ്ങൾ വീണ്ടും വേറെ ഒരു വഴിയിലൂടെ വന്ന് കടലൊക്കെ കണ്ട് ആസ്വദിച്ച് വരാമെന്ന് ഓർത്തോണ്ട് അതിലെ ഇങ്ങനെ വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ആദ്യം കാണാത്ത എന്തൊക്കെയോ കാഴ്ചകൾ വീണ്ടും കണ്ടേ മടുത്തത് കൊണ്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ വരുമ്പോൾ അവിടെ അത്ഭുതകരമായ മറ്റൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കല്ലുകളും പാറകളും ഒക്കെ നിറഞ്ഞ ഇടത്തിൽ അതിൻ്റെ ഇടയിൽ എന്താ ഒരു മരിച്ച അടക്കിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ കല്ലുകളുടെ ഇടയ്ക്ക് ഏതോ വിശിഷ്ടമായിട്ടുള്ള പുണ്യവാനായിട്ടുള്ള ഏതോ ഒരു വ്യക്തി അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ നോക്കി ഇവിടെ എന്തൊക്കെയോ അടയാളങ്ങളും സിഗ്നലുകളൊക്കെ പണ്ടത്തെ കാലത്തെ എന്തൊക്കെയോ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വന്ന് അടുത്ത സംഭവം കൂടെ കഴിച്ച് വിശപ്പിൻ്റെ അവസ്ഥ ഉള്ളത് കൊണ്ട് അടുത്തത് പിന്നെയും വാങ്ങി